Hello friends, welcome back to my channel Mums Daily. ഇന്നത്തെ വീഡിയോ ഒരു വെയിറ്റ് ഗെയിനിങ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെയിറ്റ് ഗെയിനിങ് പൗഡറാണ്. 8 മാസം മുതൽ 5 വയസ്സ് വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഗെയിനിങ് പൗഡർ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നട്ട്സ് കൊണ്ടാണ് നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് പാലിലാണെങ്കിലും അല്ലെങ്കിൽ കുറുക്കിലാണെങ്കിലും ഒക്കെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിനിന് ഉണ്ടായിക്കോളും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് ഉടനെ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്. വാൾനട്ട്സ് എന്ന് പറയുന്നത് ഒത്തിരി omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ വാൾനട്ട് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ 1 വയസ്സ് മുതലേ നമുക്കിത് മുഴുവനായിട്ട് കഴിക്കാൻ കൊടുക്കാം. ഹോൾ വാൾനട്ട് കൊടുക്കാം. അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, അതായത് 8 മാസം തുടങ്ങിയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് പൊടിച്ചിട്ടാണ് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ എല്ലാ അമ്മമാർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 1 കപ്പ് വാൾനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം പിസ്ത എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ പിസ്ത കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പിസ്ത എടുക്കാം. ഇനിയിപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക. പിന്നെ ഞാനിവിടെ 1 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. ബദാം 1 കപ്പ് തന്നെ എടുക്കാൻ നോക്കണം. കാരണം ബദാം ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സംഭവമാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഡൈജഷനൊക്കെ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവത്തില്ല കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഈ ബദാം ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ പല്ലിന്, അതുപോലെ എല്ലിനൊക്കെ ബലം കൊടുക്കാനും അവരുടെ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാനും ഒക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ബദാം. അപ്പോൾ ബദാം എപ്പോഴും കുറച്ചധികം എടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം തന്നെയാണ് ബദാം എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇച്ചിരി കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ കശുവണ്ടി നിങ്ങൾക്ക് ഒത്തിരി എടുക്കണമെന്നുണ്ട് അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം കശുവണ്ടി എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇനി അത് 1 കപ്പ് വേണോ 1/2 കപ്പ് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇതിന് പ്രത്യേകം കാരണമൊന്നുമില്ല. ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ കശുവണ്ടി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിനി ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് നട്ട്സ് മേടിച്ചെന്നാലും അത് നല്ല ക്വാളിറ്റിയുള്ള നട്ട്സാണ് മേടിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തണം. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് പൈസ ആയാലും നമ്മൾ ക്വാളിറ്റിയുള്ള നട്ട്സൊക്കെ മേടിക്കാൻ നോക്കുക. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് അവൈലബിൾ ആണ്. എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി തന്നെ മേടിക്കാൻ നോക്കുക. അപ്പം നമ്മളിനി ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം, ഈ 4 നട്ട്സുകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടായി വന്നു കഴിഞ്ഞപ്പം ഞാൻ ആദ്യം ബദാമാണ് വറുക്കുന്നത്. അപ്പോൾ ബദാം നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റോളം എടുക്കും ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ബദാമിൻ്റെ നിറം പതുക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരും. ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ഇതിൻ്റെ പുറമേ വരും. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയേ കാണാം, ഈ ബദാമിൻ്റെ സ്കിന്നുമ്മ ചെറുതായിട്ടൊരു ബ്രൗൺ ഒരു ഷെയ്ഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്കിത് നിർത്താം. അപ്പോൾ ഇതായിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ഇത് പ്രോപ്പറായിട്ട് ആറ് തന്നെ വേണം. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു ബ്രൗൺ കളർ കണ്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് കൂൾ ഡൗൺ ആക്കാൻ മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം. അടുത്തത് ഞാൻ അതേ പാനിൽ തന്നെ ഇടാൻ പോകുന്നത് പിസ്തയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പിസ്തയും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റോളം എടുക്കും. ഇത് ഒത്തിരി ഇല്ലല്ലോ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരും. ഇതും പതുക്കെ ഒരു കളർ ചേഞ്ച് വരും, ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലോട്ട് വരും. അന്നേരം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ നേരത്തെ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ബദാം ഇതുപോലെ ഒരു പാത്രത്തിലോ നല്ലതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്ത ഇപ്പോഴും ഇവിടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 3 മിനിറ്റോളം സമയം എടുക്കും. അപ്പം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പം ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഈ പിസ്തയ്ക്കും പതുക്കെ ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരും. ഈ സമയത്ത് നമുക്ക് പിസ്തയും ഇതുപോലെ തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് നമുക്കിതിനെ ചൂടാറാനായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ പിസ്തയും ഞാൻ ഇതുപോലെ അതേ ബദാം വെച്ചിരിക്കുന്ന പാത്രത്തിൽ, അത് കുറച്ച് വലിയ പാത്രമായതുകൊണ്ടാണ് അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചൂടാറാൻ വെക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് അതേ പാനിൽ തന്നെ ഞാനിനി വാൾനട്ടും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ വാൾനട്ടും ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എല്ലാം ഒരു 2 മുതൽ 4 മിനിറ്റിനകത്ത് ഒക്കെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വരുവേ.
ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കശുവണ്ടി ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് തന്നെ വേറെ ഇടണം എന്നില്ല. അതേസമയം കശുവണ്ടി ഒത്തിരി എടുത്ത ആൾക്കാർക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ എല്ലാം ഒരുപോലെ റോസ്റ്റ് ചെയ്ത് വരത്തുള്ളൂ. ഇത് ഇച്ചിരി കശുവണ്ടി ഉള്ളത് കൊണ്ടാണ് ഞാനത് ഒരുമിച്ചങ്ങ് ഇട്ടത്. അപ്പോൾ നമുക്കിത് ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 3-4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതായത് കറക്റ്റായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കളറ് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഇതുമ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം കാഷ്യൂനട്ടിലാണെങ്കിലും വാൾനട്ടിലാണെങ്കിലും ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനിത് നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള മറ്റുള്ള നട്ട്സുകൾ ചൂടാറാൻ വെച്ചിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇതും ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പാത്രത്തിൽ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ എല്ലാം ഒരുമിച്ചിട്ടത് കേട്ടോ. അപ്പം ഇനി ഇത് നല്ലതുപോലെ തന്നെ ചൂടാറാതെ നമ്മൾ നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് തീർത്തും ചൂടാറാതെ നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുത്തുന്ന ഇതൊട്ടും ശരിയായി വരത്തില്ല എന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ ചീത്തയായി പോവുകയും ചെയ്യും. അതിന് ഫംഗസ് ഒക്കെ വരുന്ന പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോവും. അതുകൊണ്ട് എപ്പോഴും കുറച്ച് സമയമെടുത്ത് ഇത് നല്ലതുപോലെ തന്നെ ചൂടാറണം. ഞാനിവിടെ 1 മണിക്കൂറോളാണ് എടുത്തത് ചൂടാറാനായിട്ട്. എനിക്കിവിടെ 1 മണിക്കൂറോളം എടുത്തു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സേഫായിട്ട് സ്ഥലമുണ്ട്, ഒരു ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെക്കുകയാണെന്നുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത്. ഫാനിൻ്റെ ഒക്കെ ചോട്ടിൽ വെച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് ചൂടാറി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കണേക്കാളും പകരം അതിന് മുന്നേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഞാനിത് കൈ കൊണ്ട് നമുക്ക് പറ്റാവുന്ന അത്രയും നമ്മളിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിടുന്നുണ്ട് ഞാൻ. അപ്പം ഈ ഒരു പ്രോസസ്സ് ചെയ്യണം എന്നില്ല, കാരണം നമ്മൾ ഇതല്ലാതെ തന്നെ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന റോളർ കൊണ്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്, കൈ വെച്ചിട്ടൊന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മിക്സിയിൽ അത് എളുപ്പമാക്കി കൊടുക്കുകയാണ് പൊടിക്കാനായിട്ട്. കാരണം ഈ നട്ട്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഓയിലി ആയി പോകും. കാരണം ഇതിനകത്തുള്ള ഓയിലൊക്കെ ഇറങ്ങാൻ തുടങ്ങും. നമുക്ക് ആ ഒരു സ്റ്റേജിനകത്തോട്ട് പോവേ വേണ്ട. നമുക്ക് ആ ഒരു ഓയിലി സ്റ്റേജ് ഒരിക്കലും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പൗഡറായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് ഏറ്റവും നല്ലത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിക്കാൻ പറ്റുന്നത് മാക്സിമം പൊടിക്കുക. അപ്പോൾ അത്രയല്ലേ മിക്സിയിൽ അത് എടുക്കുകയുള്ളൂ, അറിയാനായിട്ട് അത്രയേ അത് പ്രഷർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് പറ്റാവുന്നത് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കേട്ടോ. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള, കുട്ടികൾക്ക് അത് കുഴപ്പം വരത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു കവറിനകത്തോട്ട് ഈ എല്ലാ നട്ട്സും നമ്മളിടുക. ചൂടാറിയതിന് ശേഷം എല്ലാ നട്ട്സും ഇട്ടിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതൊന്ന് നമ്മൾ കൈ കൊണ്ട് കെട്ടുമോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന റോളറുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണ്. മാക്സിമം ഒന്ന് പൊടിയണം, അത്രയേ ഉള്ളൂ. എത്രത്തോളം നമുക്ക് ഇങ്ങനെ പൊടിക്കാൻ പറ്റുന്നോ അത്രത്തോളം പൊടിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നല്ലതുപോലെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ലാസ്റ്റ് വന്നിട്ടുള്ളത് എനിക്ക്. അപ്പം എല്ലാം ഒന്നും പൊടിഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ബദാമൊന്നും അത്ര പെട്ടെന്നൊന്നും പൊടിയത്തില്ലല്ലോ, കുറച്ച് സ്ട്രോങ് അല്ലേ. അപ്പം വാൾനട്ടും അതുപോലെ കാഷ്യൂനട്ട്, പിസ്ത ഇതൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ചെറിയൊരു മിക്സി ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മിക്സി ജാറിനകത്തോട്ട് നമുക്ക് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഇടാം, ഒരുമിച്ച് അങ്ങ് ഇടരുത്. അപ്പോൾ അത് അറിയാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു കൈപ്പിടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൈപ്പിടിക്ക് ഉള്ള നട്ട്സാണ് ഞാനിപ്പം ഈ മിക്സിക്കടുത്ത് ഇട്ടിട്ടുള്ളത്. നമ്മളിനി മിക്സി അടിക്കുമ്പം നമ്മൾ 5 സെക്കൻഡിനേക്കാളും കൂടുതൽ ഒരിക്കലും മിക്സിയിൽ നമ്മൾ അടിക്കരുത്. അതായത് ആദ്യം ഒരു 2-3 സെക്കൻഡ് അടിക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക, എന്നിട്ടൊരു 2-3 സെക്കൻഡ് അടിക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക. നമ്മൾ പറയില്ല, ഒരുമിച്ച് 5 സെക്കൻഡിനേക്കാളും കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓയിലായിപ്പോൾ. ഇപ്പോൾ ഇവിടെ ഞാനൊരു 3 സെക്കൻഡാണ് അടിച്ചത്, എന്നിട്ടൊന്ന് നിർത്തി, എന്നിട്ടൊരു 3 സെക്കൻഡും കൂടെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടെ നൈസ് പൗഡർ വേണം എന്നുള്ളത്, ഇപ്പോൾ 8 മാസത്തിനൊക്കെ ഉള്ള ഒരു കുഞ്ഞിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നൈസ് പൗഡർ വേണം. അപ്പോൾ ഒന്നും കൂടെ ഒരു 3 സെക്കൻഡും കൂടെ ഒന്ന് അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 സെക്കൻഡും കൂടെ ഒന്ന് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇനി ഈ സ്റ്റേജിലും പൊടിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡും കൂടെ അടിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒത്തിരി അങ്ങ് ഓയിലായി പോവും. അപ്പം നമുക്കതൊരു പൗഡറായിട്ട് അങ്ങ് കൊടുക്കാനും ഒക്കത്തുമില്ല, ഒത്തിരി നാളെടുത്ത് വയ്ക്കാനും പറ്റില്ല. ഞാനിപ്പം കാണിച്ചു തരാം ഇത് എത്രത്തോളം കണ്ടോ. ഈ ഒരു പൗഡർ ഇത്ര നൈസായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ ഈ പൗഡർ കേട്ടോ. കാരണം ഇത് ഒത്തിരി നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒത്തിരി ഓയിലിയും ആവും, കുറച്ചും കൂടി ഒന്ന് ഓയിലി ആയിട്ടുള്ളതല്ലേ നട്ട്സിനകത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നമുക്കിങ്ങനെ കിട്ടത്തില്ല. ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ വലിയ ബദാമിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം. കാരണം അത് ചിലപ്പം അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് ഇട്ട് അത് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബദാം എടുത്ത് മാറ്റി അടുത്ത ബാച്ചിനകത്ത് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതൊന്ന് മേക്ക് ഷുവർ ചെയ്യണം. എല്ലാം ഇതുപോലെ വല്ലതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചേക്കണം. അപ്പം ഈ ഒരു നട്ട് പൗഡർ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ചിലപ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും തന്നെ നിങ്ങൾക്ക് ഇത് വെർത്താണ് ഇത് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോൾ പാലിലൊക്കെ ഇപ്പം ഞാനിവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 6, 7, 8 വയസ്സുണ്ട്. അപ്പം ഞാൻ അവർക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പാലിൽ ഇതൊരു സ്പൂണ് ഒരു ദിവസം ഞാൻ കലക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 8 മാസത്തിന് മേലെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കഞ്ഞിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറുക്കിയൊക്കെ കൊടുക്കില്ല, അല്ല പച്ചക്കറികളോ അങ്ങനെയൊക്കെ കുറുക്കി പ്യൂരി ആയിട്ടൊക്കെ കൊടുക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ 8 മാസത്തിനൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമുക്കിതിനകത്ത് കലക്കി കൊടുക്കാം. ഇനിയിപ്പം അതല്ല അവർക്ക് ഇഷ്ടമാണ് കഴിക്കാനെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എന്നുള്ളത് 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഇതേ ഉള്ളൂ. ഇത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എന്ത് അവൈലബിൾ ആയിട്ടുള്ളോ നട്ട്സുകൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുങ്കുമപ്പൂ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുങ്കുമപ്പൂവും കൂടെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് വാൾനട്ടും കശുവണ്ടിയാണ് ഞാൻ റോസ്റ്റ് ചെയ്തത്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇച്ചിരി കുങ്കുമപ്പൂവും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും കൂടെ ചേർത്ത് അടിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ 1 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏലക്കയുടെ കുരു ഉണ്ടല്ലോ, ഒരു ഏലക്ക എടുത്തിട്ട് അതിൻ്റെ തൊണ്ടെടുക്കരുത്, അതിൻ്റെ അകത്തുള്ള കുരു എടുത്ത് ഇതിനോടൊപ്പം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. 1 വയസ്സിന് മേലൊക്കെയാണെങ്കിൽ അത് ഇപ്പോൾ 8 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള, അതായത് ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കണ്ട. 1 വയസ്സിൻ്റെ മേലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം നിങ്ങൾ ഇതുപോലെ ഏലക്ക പൊടിച്ചു കൊടുത്താൽ മതി ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പം ഈ ഒരു റെസിപ്പി ഇത് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നട്ട്സുകൾ മാത്രമാണ്, വേറെ ഒന്നും നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ ഒരു പൗഡർ നിങ്ങൾക്ക് ഒരു 2 മാസം വരെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചെന്ന 2 മാസം വരെ അത് ഇരുന്നോളൂ, ഒരു കുഴപ്പം കൂടാതെ കേട്ടോ. ഇപ്പം ഞാനിപ്പം നമുക്ക് അന്നേരം ആവശ്യത്തിനനുസരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, 1 സ്പൂൺ 2 സ്പൂൺ എടുക്കുക, അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക, തിരിച്ച് വെക്കുക. ഇത്രയും ചെയ്തെന്ന് 2 മാസം ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസിൽ നിങ്ങൾ എങ്ങനെയാണിത് വന്നതെന്ന് ഒന്ന് അറിയിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.